ഇതുപോലെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും വിപണിയിലെത്തിക്കുന്നതും പതിവാണ്. എന്നാൽ അതുവഴി ഒരുപാട് വീട്ടമ്മമാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഒക്കെ നേട്ടമുണ്ടായാലോ? അത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു സംരംഭമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഞാൻ ഫുൾവേൻ്റെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഉന്നക്കായ, സമൂസ. ഇത് അവർ വന്ന് കൊണ്ടുപോകും. ഞാൻ ഇവിടെ നിന്ന് 11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും. 100-150 ഉണ്ടാക്കും. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, നോമ്പ് കാലമല്ലേ, പണിയൊന്നും ഉണ്ടാവില്ല. രാവിലെ ചെയ്യും. 7 മണി മുതൽ ഞാൻ കിച്ചണിൽ വന്നാൽ ഒരു 11 മണി വരെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. എനിക്കൊരു വരുമാന മാർഗവും കൂടിയായി. ചാലിയത്തെ 4 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഫുൽവ എന്ന കുഞ്ഞു സംരംഭമാണ് നോമ്പുകാലത്ത് ശ്രദ്ധേയമാകുന്നത്. വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മലബാറിന്റെ തനതു രുചികളെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഇവർ. അതോടൊപ്പം വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന സ്രോതസ് കൂടിയാവുകയാണ് ഈ സംരംഭം. നോമ്പിന് നമ്മൾ ചെയ്യുന്നത് ഈ സ്നാക്സ്, മലബാറി സ്നാക്സിന് നോമ്പിന് നല്ല ഡിമാൻഡാണല്ലോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ വീട്ടിലുള്ള ഉമ്മമാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് അത് ഇവരിലേക്കൊക്കെ എത്തിക്കുക. അതാണ് ഇപ്പോൾ നോമ്പിന് നമ്മൾ ചെയ്യുന്നത്. അത് ഇതിൽ നമ്മൾ ഈ ഓട്ടോക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടമ്മമാർ പല വീടുകളായാലും ഉണ്ടാക്കുന്ന സ്നാക്സ് പോയിട്ട് കളക്ട് ചെയ്ത് നമ്മുടെ ഈ ഹബ്ബിലേക്ക് എത്തിക്കും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഫ്രൂട്ട്സ്, ജ്യൂസ് ഐറ്റംസ് എല്ലാം കൂടെ വീട്ടമ്മമാരെന്നെ ചേർന്ന് പാക്ക് ചെയ്ത് ഇത് നമ്മളെ സ്റ്റുഡൻസ് നിൽക്കുന്ന കൗണ്ടറിലേക്ക് വീണ്ടും ഓട്ടോക്കാരെത്തിക്കും. അവിടുന്ന് നമ്മൾ നോമ്പറക്കാൾ ഈ വിഭവം, അതായത് നമ്മുടെ മലബാർ ഇഫ്താർ വിരുന്ന് ഫുൽവയുടെ ഈ ഒരു ബോക്സ് എല്ലാവർക്കും വാങ്ങാൻ പറ്റും. നോമ്പിലെന്ന് അറിയാലോ ഒരു 100 രൂപ പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു വർക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റേതായ പേയ്മെൻറ്റ് കിട്ടുമല്ലോ. നമ്മൾ പോണ റൂട്ടിലുള്ള കൗണ്ടറുകളൊക്കെ ഇല്ലേ, അത് ആ ലൊക്കേഷനിൽ ഉള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ എത്തിക്കുക, കൗണ്ടറിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ചില സമയത്ത് കൂടുതലുണ്ടാവും, ചില സമയത്ത് കൗണ്ടർ കുറയുമ്പോൾ കുറച്ചേ ഉണ്ടാവും. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വീട്ടമ്മമാരാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഈ ഒരു മാസത്തെ വർക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും പരസ്പരം എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ തന്നെ. സ്നാക്സ്, ഉന്നക്കായ, സമൂസ, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, മുന്തിരി, പൈനാപ്പിള്, പിന്നെ കക്കിരിക്ക, പിന്നെ കാരക്ക. ഞങ്ങൾ ആദ്യമായിട്ടാണ് നോമ്പ് തുറക്കാൻ ഈ പരിപാടിക്ക് വരുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഇതേമാതിരി എല്ലാ വീട്ടമ്മമാർക്കും ഒരു ജോലിയായി. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. അടുത്ത കൊല്ലവും ഇതേമാതിരി ഉണ്ടാവട്ടെ.